ഹലോ. വീട്ടിൽ ചുമ്മാ ഇരുന്ന് ലോകം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നവ്യയുടെ 56ാമത്തെ ഔട്ട്ലെറ്റ് ഇവിടെ മൂവാറ്റുപുഴ അറിഞ്ഞത്. അത് കഴിഞ്ഞ ദിവസം കണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. വെറുതെ തൊഴിലുവരെ പോയി എന്നുള്ളൊരു ചിന്തയായി പോയി. പിന്നെ മൂവാറ്റുപുഴ ഇത്ര നല്ലൊരു ബേക്കറി വരുമ്പോൾ അവിടെ പോകാണ്ടിരിക്കാൻ പറ്റില്ല. രാവിലെ തൊട്ട് പനിയായതുകൊണ്ട് വൈകിട്ടാണെന്ന് തലവെക്കിയത്. ഞാൻ അതിനകത്തോട്ട് കയറി ചെല്ലേണ്ടത് ഒരു 6:30 ആയപ്പോൾ. എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബേക്കറി ആയിരുന്നു. കാരണം ഇവിടുത്തെ സെറ്റപ്പ് ഭയങ്കര ഹൈ ആക്കി. എന്തായാലും തൊടുപുഴയിലുള്ളതിനേക്കാളും രണ്ടരട്ടി വലിപ്പമുണ്ട് ഇവിടെ ഉള്ളതിന്. മെയിനായിട്ട് ഞാൻ തപ്പി വന്ന സാധനം ഇത് തന്നെയാണ്, ഇവിടുത്തെ ക്രീം ബണ്ണ്. എല്ലാവരും ഇവിടുത്തെ സിഗ്നേച്ചർ സാധനം എന്തോ ചക്കയുടെ അതൊക്കെയാണെന്നാണ് പറയണത്. പക്ഷെ എനിക്ക് തോന്നിയത് ഈ ക്രീം ബണ്ണ കേട്ടോ. ഞാൻ കയറി ചെന്ന സമയം വളരെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പലഹാരങ്ങളൊക്കെ ഏറെ കുറെ തീർന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ കുറെ നല്ല കേക്ക് ഇരിക്കണ്ടായിരുന്നു. പിന്നെ ഈ ടൈപ്പ് ഐറ്റങ്ങളൊന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര വലിയ അറ്റൻഷൻ ഒന്നും അവിടെ കൊടുത്തിട്ട് ഈ ബിസ്ക്കറ്റും അതുപോലെ തന്നെ. പിന്നെ ഇവിടുത്തെ തന്നെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഇവരുടെ ഫാമിലത്തെ പാക്കറ്റ് പാല്. ആദ്യം കണ്ടതിനേക്കാളും കുറച്ചുകൂടെ വലിയ രീതിയിലാണ് ഇവിടുത്തെ ഡൈനിങ് സെറ്റപ്പ്. ഓർഡർ ചെയ്ത സംഭവം 15 മിനിറ്റുള്ള വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ബോളിയും തുടങ്ങി. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത സംഭവം, സിസിലർ കുനാഫ. അല്ല, സിസിലർ ചീസ് കുനാഫ. കുനാഫ എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമില്ലാത്ത ഞാൻ വീഡിയോക്ക് വേണ്ടി മാത്രം കാണിക്കുന്ന പ്രഹസനമാണിത്. ആ സംഭവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തന്നെ ഇവൻ തന്നെയാണ് മൊത്തം തിന്നു തീർത്തത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത സാധനം വന്നു. ഇവിടുത്തെ മെനുവിൽ ഇതിന്റെ പേര് എന്തോ ഗീ റോസ് എന്നാ കണ്ട. പക്ഷെ ഇത് ശരിക്കും എനിക്ക് ഒരു കൊൽക്കട്ട കത്തിരോട് തിന്നൊരു ഫീൽ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് 2 പ്രാവശ്യം മേടിച്ചു. പിന്നെ റീൽസിലൊക്കെ കാണാൻ ജാപ്പനീസ് കേക്ക് അല്ലെങ്കിലും ഞാൻ ഒരെണ്ണം മേടിച്ചു. ഇനി ഇവിടുത്തെ ഡൈനിങ് മേളിലും കൂടെ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഓപ്പൺ അല്ല.